ചോദ്യം എന്നോടാണോ? അതെ ശ്രീജിത്ത്. അപർണ അതെ, താങ്കളോട് തന്നെയാണ് ചോദിച്ചത്. ഞാൻ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു ചർച്ചയുടെ ക്യാപ്ഷൻ തന്നെ മിസ്ലീഡിംഗ് ആണ്. അതായത് ദിലീപിന് തിരിച്ചടി. ഇവിടെ ഈ പറയുന്ന വിക്ടിമിൻ്റെ അഭിഭാഷക ഇവിടെയുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്യൂസേഷൻ ഇല്ല, ദിലീപിനെതിരായിട്ട് ഇതിലൊരു അക്യൂസേഷൻ ഇല്ല, ദിലീപ് എവിടെയെങ്കിലും ആക്സസ് ചെയ്തു, അൺഓതറൈസ്ഡായിട്ട് ദിലീപിൻ്റെ അഭിഭാഷകൻ ആക്സസ് ചെയ്തു എന്നൊരു ആക്ഷേപം പോലുമില്ല. അപ്പം നിങ്ങൾ തന്നെ ചെയ്യുന്നത് അട്ടർ നോൺസെൻസ് ആണ്, അട്ടർ റബിഷ്. നിങ്ങളുടെ തന്നെ വാക്ക് നേരത്തെ കടമെടുത്ത് പറഞ്ഞു, റബിഷ്നസ് അട്ടർ നോൺസെൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ദിലീപിന് തിരിച്ചടി, ഇതിലെങ്ങനെയാണ് ദിലീപിന് മാത്രം തിരിച്ചടിയാവുക? ഇത് പൾസർ സുനിക്ക് തിരിച്ചടിയല്ലേ അപർണ? അപ്പം ഞാൻ പറയട്ടെ, ഇതൊരു ഡിലേയിങ് ടാക്ടിക്സ് ആണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ ഒരു അവെഞ്ചിങ് ഏഞ്ചൽ ആവണ്ട. പ്രോസിക്യൂട്ടറോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ പറഞ്ഞതാണെന്നേ, എന്ത്? നിങ്ങൾ ഇരയുടെ മാലാക ചമയേണ്ട. നിങ്ങൾ ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദി പ്രോസിക്യൂട്ടർ ടു കൺവിക്ട് ഈച്ച് ആൻഡ് എവറി കേസ്. ഒരു കേസിൽ പിന്നെ അക്യൂസ്ഡ് ആവുന്ന ആളുകളെ എല്ലാവരെയും കൺവിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയല്ല പ്രോസിക്യൂട്ടറുടെ എന്നുള്ളത് കൃത്യമായിട്ട് ഹൈക്കോടതി ഈ കേസിൽ ഈ പ്രോസിക്യൂട്ടർമാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായി. നിങ്ങൾ ഇരയുടെ മാലാക ചമയേണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? നിങ്ങൾ ഈ സ്റ്റേറ്റിനെ സഹായിക്കുക. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇവിടെ സ്റ്റേറ്റ് ആണല്ലോ രക്ഷകൻ, സ്റ്റേറ്റ് ആണല്ലോ ഒരാളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നത്. അപ്പം ആ സ്റ്റേറ്റിന്റെ ഒരു വക്താവ് മാത്രമാണ്. നിങ്ങളെ സഹായിച്ചാൽ മാത്രം മതി. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രതിക്കുള്ള അവകാശങ്ങളൊന്നും ഇവിടെ ആരും പറഞ്ഞു പോയിട്ടില്ല. എന്താണ് സ്പീഡി ട്രയൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പ്രതിയെ സംബന്ധിച്ച്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഒരു പ്രതിക്കാണ് എല്ലാ സംശയത്തിന്റെ ആനുകൂല്യങ്ങളും നൽകേണ്ടത് എന്നുള്ളത്. അതായത് പ്രോസിക്യൂഷന്റെ ഡ്യൂട്ടിയാണ് വിത്തൗട്ട് എനി റീസണബിൾ ഡൗട്ട് ഒരു കേസ് തെളിയിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പുകമറയുണ്ടാക്കി ഒരു ഘട്ടത്തിൽ ബാലചന്ദ്രകുമാർ വരുന്നു, ഒരു ഘട്ടത്തിൽ വേറൊരു ശരത്ത് വരുന്നു, ഒരു ഘട്ടത്തിൽ വേറെ പിന്നെ ബൈജു പൗലോസ് വരുന്നു, ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു, പിന്നെ ശ്രീജിത്തിലേക്ക് പോകുന്നു, ADGPയിലേക്ക് പോകുന്നു, മഞ്ജു വാര്യരിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ഒരു ഡിലേയിങ് ടാക്ടിക്സ് കൊണ്ടുവന്നിട്ട് 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ, ഏറ്റവും നല്ലൊരു സമയത്ത്, മലയാള ഇൻഡസ്ട്രിയിൽ, മലയാള സിനിമയിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയം, അദ്ദേഹം നിർമ്മാതാവായിട്ടാവട്ടെ, ഒരു തിയേറ്റർ ഓണറായിട്ടാവട്ടെ, ഒരു അഭിനേതാവായിട്ടാവട്ടെ, അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും നല്ലൊരു സമയത്ത് അദ്ദേഹത്തെ വേട്ടയാടാൻ ആ ഒരു ഡിലേയിങ് ടാക്ടിക്സ് ആക്കിയിട്ട് ഇയാളെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാനുള്ള ഒരു ശ്രമമാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. ഈ അഡ്വക്കേറ്റ് TB മിനി മാഡത്തിനോട് ഏറ്റവും ബഹുമാനത്തോടു കൂടി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് ഇതിന്റെ ഹാഷ് വാല്യൂ മാറിയതല്ല. എന്താ നിങ്ങൾ അന്വേഷിക്കേണ്ടത്? ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആള് കൃത്യമായിട്ട് TV ചാനലുകളുടെ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞു, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ വിഷ്വൽ കാണിച്ചു എന്ന്. അപ്പൊ ഏറ്റവും ആദ്യം അന്വേഷിക്കേണ്ടത് എന്താണ്? ഒരു മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഈ വിഷ്വൽ, ഈ പറയുന്ന ആക്രമണത്തിന്റെ വിഷ്വൽ, അതായത് ആർട്ടിക്കിൾ 21 പ്രകാരം ഒരാൾക്കുള്ള പ്രൈവസിയുടെ വിഷ്വൽ, പുട്ടസ്വാമി കേസിൽ അതാണ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഒരു മനുഷ്യ ജീവന് നോട്ട് എ മിയർ അനിമൽ എക്സിസ്റ്റൻസ് ആണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 21 പ്രകാരം പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവന് അവന്റെ മരണത്തെക്കാൾ വലുതാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പുട്ടസ്വാമി കേസിൽ അത്, പിന്നെ ആധാർ കേസിലും അത് വളരെ റീൻഫോഴ്സ് ചെയ്തു സുപ്രീം കോടതി, റീഇൻസ്റ്റേറ്റ് ചെയ്തു സുപ്രീം കോടതി, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അഡ്വക്കേറ്റ് TB മിനി ബാലചന്ദ്രകുമാറിന്റെ ആ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് കേരള പോലീസും ക്രൈംബ്രാഞ്ചും മാധ്യമങ്ങളും പറഞ്ഞില്ല? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിനികൾക്ക് ഈ ആക്രമണത്തിന്റെ ദൃശ്യം കാണിച്ചു. പിന്നെ ഇംഗ്ലണ്ടിൽ വെച്ച് ഒരാൾ ആക്സസ് ചെയ്തു. ഈ റീഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്നത്, തുടരന്വേഷണമൊക്കെ നടക്കുന്നത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ കൊണ്ടാണല്ലോ. അതേ ബാലചന്ദ്രകുമാറാണ് പറഞ്ഞത് ഇത് ആലപ്പുഴയിൽ കാണിച്ചു, പിന്നെ ഇംഗ്ലണ്ടിലുള്ള ഒരാളുടെ ലാപ്ടോപ്പിലുണ്ടായിരുന്നു, എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ നിങ്ങൾ കേവലം ഒരു ഹാഷ് വാല്യൂവിൽ 8ാം പ്രതിയെ കൊടുക്കാൻ വേണ്ടി ഒരു ഡിലേയിങ് ടാക്ടിക്സുമായിട്ട് ഹണിയം വർഗീസിനെ, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് പ്രത്യേക കോടതി ജഡ്ജിയെ ഒരു പ്രത്യേക ഒരു ചിത്രത്തിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ വിധി ഇന്നതാവണം, ഇനിയിപ്പോൾ വിധി ഞങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ പോലും ഇയാളെ സാമൂഹികമായിട്ട് ഇല്ലാതെയാക്കണം ഈ 8ാം പ്രതിയെ എന്നുള്ളതാണ്. കേട്ടിട്ടില്ല. അല്ല, അതിലൊരു ക്ലിയർ ആകാൻ വേണ്ടി ചോദിക്കും. നേരത്തെ അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞതുപോലെ ഇതിനകത്ത് 8ാം പ്രതി അക്യൂസ്ഡ് അല്ല. 8ാം പ്രതിക്ക് ഇതിനകത്ത് റോളില്ല. ഈ വിഷയങ്ങൾ പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ പബ്ലിക് ആക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് വിക്ടിമാണ്. പിന്നെ 8ാം പ്രതി ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു വിഷയമാണെങ്കിൽ അങ്ങനെ ഒരു റോളിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളൊരു സ്വാഭാവിക ചോദ്യം അതിനകത്ത് വരില്ലേ? ഞാൻ ചോദിക്കട്ടെ അപർണ, ഇതിലെ 1ാം പ്രതി എന്ന് പറയുന്ന പൾസർ സുനി 28ഓളം കേസിൽ എന്തിനാ മേനക സുരേഷിനെ വരെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ പറയുന്ന കറക്കിയെടുത്ത് തട്ടിക്കൊണ്ടുപോയിട്ട് വില പേശിയിട്ട് അതിൽ മറ്റേന്താണ് മോചനദ്രവ്യവും കൊടുത്തിട്ട് കൊണ്ടുവന്ന കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. 200 പൾസർ ബൈക്കുകൾ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ്. എത്രയോ കൊട്ടേഷൻ, 302 കേസ്, 302 പോലും ഈ ഈ അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയാക്കി വെക്കണം എന്നുള്ളൊരു ആവശ്യം ദിലീപിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നെങ്കിൽ എന്തിന്? നിർബന്ധമായിട്ട് ഞാൻ പറയാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് ഇതിലെ എല്ലാ പ്രതികളും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. മാർട്ടിൻ ആവട്ടെ, പിന്നെ പൾസർ സുനി ആവട്ടെ, എല്ലാ പ്രതികൾക്കും പിന്നെ എന്താണ് ആന്റിസെഡൻസ് ഉണ്ട്. ഇവിടെ ദിലീപിന് മാത്രം ഇന്നേ വരെ ഒരു പെട്ടി കേസിൽ പോലും ഈ പറയുന്ന 8ാം പ്രതി പ്രതിയല്ല. മാത്രവുമല്ല, ഈ കേസിലും പുള്ളി പ്രതിയായിരുന്നില്ല. 2ാമത്തെ ഒരു കുറ്റപത്രം വന്നിട്ടാണ് ഇയാളെ 8ാം പ്രതിയാക്കിയിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഞാനും അപർണയൊക്കെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അപർണ നിങ്ങളിത് ചെയ്യുന്നേ. കാരണം 7 വർഷം ചെറിയ കാര്യമാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകയല്ലേ? നിങ്ങൾ മാധ്യമപ്രവർത്തകയാണ്. നിങ്ങളെ ഒരു വ്യാജ കേസിൽ പെടുത്തി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാ ഹർജിയിലും നിങ്ങൾ പോകും. എന്റെ കേസ് തീർക്കുന്നേ എന്ന് നമ്മൾ രണ്ടുപേരിൽ ആരാണെങ്കിലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് പുറത്തു വരണമെന്നല്ലേ വിചാരിക്കുക? അന്വേഷണ റിപ്പോർട്ടിന്റെ വിഷയം രഹസ്യരേഖയായി വെക്കണമെന്ന് വിചാരിക്കുന്നതിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ ശ്രീജിത്ത്. അപർണയുടെ ഒരു കാര്യം പറയട്ടെ. അപർണ, ഈ കേസിന് തുടക്കം മുതൽ ഞാനുണ്ട്. അപ്പം അതിൽ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു വലിയൊരു ഡിബേറ്റ് നടന്നിരുന്നു. എന്താണെന്നറിയോ? വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റും സുപ്രീം കോടതി പറഞ്ഞു. അതായത് ഈ മെമ്മറി കാർഡ് തൊണ്ടിയാണ്, തൊണ്ടി മുതൽ ആണെന്നുണ്ടെങ്കിൽ ഇത് ദിലീപിന് നൽകണം, അതായത് ദിലീപിന് കിട്ടണം. കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇത് തൊണ്ടിയാണോ ഇതൊരു രേഖയാണോ എന്നുള്ള വളരെ വലിയൊരു നിയമപരമായിട്ടുള്ള ചോദ്യം സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾക്കൊരു മാസം തരണം, ഇത് തൊണ്ടിയാണോ ഇത് രേഖയാണോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു വെള്ളക്കടലാസിൽ എന്തെങ്കിലും ഒരു വെള്ളക്കടലാസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവിടെ നിന്ന് ആക്സസ് ചെയ്യുന്ന സമയത്ത് അത് തൊണ്ടിയാണോ അത് രേഖയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പ്രോസിക്യൂഷൻ പറഞ്ഞ ടി ബി മിനി ചിരിക്കുന്നുണ്ട്. ടി ബി മിനിയോട് തന്നെ ചോദിക്കും, സുപ്രീം കോടതി ചോദിച്ച ചോദ്യം അത്, ഇത് തൊണ്ടിയാണോ ഇത് രേഖയാണെന്ന്. ഞങ്ങൾക്ക് ഒരു മാസം തരണം എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്ത അല്ല ആണെങ്കിൽ പോലും അപർണ, ഹലോ, കേൾക്കാം. ഞാൻ പറയില്ല. കാരണം ഈ ശ്രീജിത്തിന് ഇവിടെ ഇരുന്ന് എന്തും പറയാം, പക്ഷെ എനിക്കത് പറയാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഞാൻ ചിരിക്കണത് എന്താ വെച്ചാല് ശ്രീജിത്ത് ഈ കേസ് പഠിച്ചിട്ടേ ഇല്ല എന്ന് ഞാൻ പറയും. കാരണം ഇതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാതിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോടതിയോടുള്ള റെസ്പെക്ട് ഉണ്ടാകും. എനിക്ക് അങ്ങനെ ഇത് പറയരുത് അത് പറയരുത്. പിന്നെ ഇത് ഇൻ ക്യാമറ ട്രയലാണ്. അവിടുത്തെ ഒരു കാര്യവും പുറത്തു പറയാൻ തൽക്കാലം എനിക്ക് അല്ല. ഒറ്റ കാര്യമാണ് ശ്രീ ടി ബി മിനി, ഇതിനകത്ത് കേസ് നീണ്ടുപോകുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നത് മറ്റാർക്കോ ആണ്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടിച്ചേർത്ത് വായിക്കണം. ഈ രീതിയിൽ നിൽക്കുന്ന ഒരാളെ നോക്കൂ അപർണ, 7 വർഷമായ നിലയിൽ അപർണ എന്നോട് പറഞ്ഞത് ചർച്ചയ്ക്ക് വരണം. ഞാൻ ആ വിഷയത്തിൽ തന്നെയാണ്, ആ വിഷയമാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ആ വിഷയമാണ്. അങ്ങനെ കേസ് നീണ്ടു പോകുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നത് ആർക്കാണ്? മുഴുവനും തെറ്റാണ്.
എനിക്ക് അതിനെ റിബട്ട് ചെയ്തിട്ട് ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അല്ല മാഡം 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 ഇത് മാഡം നമ്മുടെ മെമ്മറി കാർഡ് ഒരു തൊണ്ടിയാണോ ഒരു രേഖയാണോ? ഈ മാഡം ഈ കേസിലേക്ക് ട്രയൽ കോടതിയിൽ നിൽക്കുന്നത് കൊണ്ട് അഡ്വക്കേറ്റ് ടി ബി എനിക്ക് പറയാനുള്ള അതിന്റെ ഒരു സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ ശ്രീജിലേക്ക് വരാൻ തിരികെ എത്താം. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇതിനകത്ത് അഡ്വക്കേറ്റ് ടി ബി മിനിയുടെ പരിമിതി ഇതിനകത്ത് മനസ്സിലാക്കുന്നത് അവർ ട്രയൽ കോടതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ്. അത്